ഇനി അടുത്ത് നോക്കാം. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. So letter of undertaking is a form of bank guarantee under which a bank can allow its customer to raise money from another Indian bank's foreign branch in the form of a short term credit. എന്താണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇപ്പം അത് കറണ്ട് റിലവൻസ് ഇല്ല അതിന് വലുതായിട്ട്. കാരണം ഇത് നീരവ് മോദിയുടെ ഒക്കെ ഇഷ്യൂ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഈ സാധനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ LOU എന്ന് പറയുന്ന സാധനം RBI അങ്ങ് വേണ്ടാന്ന് വെച്ചു. ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിൽ കൂടെ പൈസ ഇങ്ങനെ കൊടുക്കുന്ന പരിപാടി വേണ്ട എന്നുള്ള തീരുമാനത്തിലൊക്കെ അതിന് ശേഷം എത്തി. കാരണം ആ സമയത്ത് നീരവ് മോദി കേസൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അറിയത്തില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതിനുശേഷം ഈ പരിപാടി അങ്ങ് നിർത്തി. അതുകൊണ്ട് ഇതിന് വലിയ കറണ്ട് റിലവൻസ് ഇല്ല. സ്റ്റിൽ എവിടെങ്കിലും എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി വെക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കറണ്ട് റിലവൻസ് അത്ര ഇല്ല. ഓക്കെ. നിങ്ങളെന്താ ആൻസർ എഴുതിയത്? ഓക്കെ, അത് നല്ല ലോജിക്കാണ് വർക്കൗട്ട് ചെയ്തത്. കാരണം ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ ബിസിനസ്സസ്. സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് ഈ LOU പരിപാടി നടപ്പില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നടപ്പില്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തിനാ അവിടെ തരുന്നു? നടപ്പുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്തിനാ തരുന്നത്? അല്ലേ? ഇത് നടപ്പില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നുകൊണ്ടാണല്ലോ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തരേണ്ട ആവശ്യം തന്നെ ഉണ്ടോ? നിങ്ങൾ ഇടുവോ ആ സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഇടുന്ന ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ പറയുമ്പോൾ ഇന്ത്യ ഇസ് എ കൺട്രി എഴുതി വെക്കുവോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. പക്ഷേ ആ ലോജിക്ക് നൈസാ. പിന്നെ ഇവിടെ ക്യാൻ ബി. ഓക്കെ, കുറേ ചോദ്യങ്ങൾ വർക്കൗട്ട് ആവും. ഈ ക്യാൻ ബി എന്ന് വരുന്ന സാധനം ക്യാൻ ബി ആണല്ലോ. ഇത് ഉറപ്പിച്ച് പറയുന്നത് ഇറ്റ് ക്യാൻ ബി. അതുകൊണ്ട് ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സോ ഈ ലോജിക്ക് തന്നെ കറക്റ്റ്. ലാസ്റ്റ് വണ് ബാക്കി ഓക്കെ. പ്രൊവിഷൻ കവറേജ് റേഷ്യോ കേട്ടിട്ടുണ്ടോ? എൻ്റെ നോട്ടിൻ്റെ ബാക്കിലൊരു സാധനം കിടപ്പുണ്ട്. വായിച്ചിട്ടുള്ളവർ ഇത് കേട്ടിട്ടുണ്ട്. എല്ലാത്തരം സംബന്ധിച്ചിടത്തോളം ലോജിക്ക് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. എ ഹൈ പ്രൊവിഷൻ കവറേജ് റേഷ്യോ മീൻസ് മോസ്റ്റ് asset quality issues have been taken care of and the bank is not vulnerable. പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്തോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റേഷ്യോ ആണെന്ന് മനസ്സിലായി വാക്കിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് വായിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നുള്ളത്. അതിനകത്ത് പറയുന്നത് എന്താ? PCR നല്ല PCR ആണെങ്കിൽ, ഐഡിയലി അവിടെ കൊടുത്തിട്ടുണ്ട് അബവ് 70% ആണെങ്കിൽ എന്താ അസറ്റ് ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഒരു പരിധിവരെ നികത്തി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. ഒരു സാധനം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ പോലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ള ലോജിക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ തന്നെ ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ അല്ല കൊടുത്തേക്കുന്നത്. പകരം PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ക്വാളിറ്റി ഇഷ്യൂസ് ടേക്കൺ കെയർ ഓഫ് ആയിട്ടുണ്ട്, ബാങ്ക് വൾണറബിൾ അല്ല എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിന്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കാം? ഒന്ന്, അവരുടെ ലോണുകൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളതാണെന്നോ, അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്തിരിക്കുക കുറവാണെന്നോ, റിസ്ക് മാനേജ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് നമുക്ക് പറയണം. അല്ലേ? അതാണല്ലോ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക് ഇഷ്യൂ. നോൺ പെർഫോമിങ് അസറ്റ് ആണ് അല്ലേ? അപ്പം അവരുടെ അങ്ങനത്തെ ഇഷ്യൂസ്, അങ്ങനത്തെ റിസ്കുകൾ മാനേജ് ചെയ്തിരിക്കുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് സെൻസിൽ സാധനം ഫസ്റ്റ് കൊണ്ടിരിക്കുന്നു. ട്രൂ ആവാവോ ഫോൾസ് ആകാവോ? പറ. ശരിയാവാം. കാരണം തെറ്റാവാനുള്ള സാധ്യത അവിടെ വരാൻ കുറവാണ്. കാരണം നേരത്തെ സെൻസ് ഇട്ട് നോക്കുക എന്താണ് അവിടെ തെറ്റിക്കാനുള്ള സ്കോപ്പ്. ആകെ ബ്രാക്കറ്റ് കിടക്കുന്ന 70% അബവ് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. വേറെ അതിനകത്ത് തെറ്റിക്കാനായിട്ട് ഒരു സാധനം കിടപ്പില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ബാങ്ക്സ് യൂഷ്വലി സെറ്റ് അസൈഡ് എ പോർഷൻ ഓഫ് ദെയർ അസെറ്റ്സ് ആസ് പ്രൊവിഷൻ അഗൻസ്റ്റ് ബാഡ് ലോൺസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് എടുത്ത് തന്നിട്ടുണ്ട്. അതെന്താ? ബാങ്ക്സ് അവരുടെ അസറ്റിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അസറ്റിൻ്റെ ഒരു ശതമാനം പ്രൊവിഷനായിട്ട് മാറ്റി വെക്കുന്നു. എന്തിന്? ബാഡ് ലോൺസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് അവരുടെ അസറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അറിയാമെങ്കിൽ എഴുതുക, അല്ലാത്തവർ വിടുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്ക് യൂസ് ചെയ്തൊക്കെ ക്രാക്ക് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറയാം. അതായത്
ഈ പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന് പറയത്തില്ലേ, അതേ സെയിം സാധനമാണ്. കമ്പനീസിൻ്റെ നല്ല കാലത്ത്, ബാങ്കുകളുടെ നല്ല കാലത്ത് അവരുടെ കുറച്ച് പ്രോഫിറ്റിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെക്കണം. എന്തിന്? ഭാവിയിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഷോക്ക് അബ്സോർബ് ചെയ്യാനായിട്ട്. ഇതാണ് സംഭവം. അതായത് അവരുടെ അസറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് നമുക്ക് അതിനെ വിളിക്കുന്നതിലും നല്ലത് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് അതിനെ പറയാൻ പറ്റുക. മോശം അവസ്ഥയിലല്ല അവരത് കീപ്പ് ചെയ്യേണ്ടത്. ബാങ്ക് കുറേ ബാഡ് ലോൺസ് കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ അവർക്ക് മാറ്റി വെക്കാൻ വല്ല പൈസ ഉണ്ടാവുമോ? ഇല്ല. മനസ്സിലായോ? അത് അവരുടെ നല്ല കാലത്ത് അവരുടെ വരുന്ന പ്രോഫിറ്റിൻ്റെ കുറച്ചുകൂടെ നല്ല ടേം അതാ. പ്രോഫിറ്റ് എന്ന് യൂസ് ചെയ്യുന്ന, അസറ്റ് എന്ന് യൂസ് ചെയ്യുന്നതിനേക്കാളും പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചേക്കണം. എന്നിട്ടാണ് കഷ്ടകാലത്തിലേക്ക് പോകുമ്പോൾ ഇത് വെച്ചിട്ട് ഈ ഷോക്കിനെ അബ്സോർബ് ചെയ്യാൻ നോക്കും. സോ ഇവിടെ ഈ അസറ്റ് എന്നുള്ള വാക്ക് കുറച്ച് റിസ്ക് സാധനമാണ്. അസറ്റ്. ഓക്കെ, അവിടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ടേം. അതാണ് അത് കുറച്ച് റിസ്ക് കൂടിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ആ തരം ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. പിന്നെ രണ്ടാമത് നേരത്തെ പറഞ്ഞ ആ കാര്യം ഇവിടെയും ബാധകമാണ്. ഈ സാധനങ്ങൾ ന്യൂസിലുണ്ടെങ്കിൽ മാത്രമേ ചോദിക്കാനുള്ള സാധ്യത വളരെ ഉള്ളൂ. ഒരു 10% മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ടഫാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. 90% ഈ പ്രൊവിഷൻ കവറേജ് റേഷ്യോ ഒക്കെ ചോദ്യം വരണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ന്യൂസിൽ റിപ്പീറ്റഡ്ലി ഉണ്ടാവണം. വൺ ടൈം ഒന്നുമല്ല, റിപ്പീറ്റഡ്ലി ന്യൂസിലുണ്ടാവണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ സ്റ്റിൽ 10% സാധ്യത നേരത്തെ പറഞ്ഞവരൊക്കെ എന്തെങ്കിലും ടഫ് ആക്കണമെങ്കിൽ തരാം. അടുത്ത നോക്കിയേ, പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. PCA. കറക്റ്റീവ് ആക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? എന്തിനാ PCA കൊണ്ടുവരുന്നത്? ആരാ PCA കൊണ്ടുവരുന്നത്? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. PCA എന്നുള്ള വാക്ക് ഒരു തവണ ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സാധനം എന്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് അഫെയർ വെച്ചിട്ടാണ് ഞാൻ ഓരോ തവണയും പറയുന്നത്. പൊട്ടിപ്പോകുന്നല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കുകൾ എന്തെങ്കിലും ഈ നിയമത്തിൽ നിന്ന് ചെറിയൊരു വ്യതിചലനം വരുത്തിയാൽ പോലും RBI കണ്ടുപിടിക്കും, അന്നേരം ഫൈൻ അടയ്ക്കും. ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഴ്ച ഫൈൻ അടിക്കുന്ന കേസ് വരെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എപ്പോഴും ആണ്, ഇപ്പോഴൊന്നും അല്ല, ആദ്യം എപ്പോഴും. കാരണം ഈ സാധനം ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ എപ്പോഴോ ഞാൻ PCA ചെയ്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങ് അത്രയും വിജിലൻ്റ് ആണ് RBI. ഓക്കെ, ഇനി അത് വെച്ചിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. PCA is a framework under which banks with weak financial metrics are put under watch by RBI. അതായത് ബാങ്കുകൾ മോശം എന്തെങ്കിലും അവസ്ഥയിലേക്ക് പോകും എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ RBI അവരുടെ മുകളിൽ നോട്ടം തുടങ്ങും. മനസ്സിലായോ? അതാണ് PCA എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ? ശരിയായിരിക്കും അല്ലേ? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ, ആ വാക്കിനകത്ത് തന്നെ എല്ലാം കാണാം. പ്രോംപ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് പിടിക്കും. കറക്റ്റീവ് ആക്ഷൻ പെട്ടെന്ന് കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അതായത് ഇവൻ മഷളാകാൻ വേണ്ടി നോക്കിയിരുന്ന് കേട്ട് പിന്നീട് ഇവ മഷളായിട്ട് ഇവനെ തിരുത്തുന്നത് കാര്യമില്ല. മഷളാകാൻ തുടങ്ങും, മുളയിലേ നുള്ളിക്കളയുക, അതാണ് പരിപാടി. അപ്പം ഫസ്റ്റ് വണ്ണ് കറക്റ്റ് ആയിരിക്കണം ലോജിക്ക്. PCA is intended to help alert regulator as well as investors and depositors if a bank is heading for trouble. സ്വാഭാവികം അല്ലേ? എല്ലാവർക്കും ഒരു അലേർട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. PCA triggers a series of supervisory interventions including complete ban on lending loans, dividend distribution and capital expenditure, thereby hindering a bank's ability to extend credit. ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. PCA വന്നു കഴിഞ്ഞാൽ, ആക്ഷൻ നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നേരിടുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബാൻ ഓൺ ലെൻഡിങ് ലോൺസ്. ബാങ്കുകൾക്ക്, ഏത് ബാങ്കിന് നേരെയാണോ ആ PCA പ്രയോഗിച്ചത് അവർക്ക് പൂർണ്ണമായിട്ടും ഇനി മുതൽ ലോണുകൾ കൊടുക്കാനൊക്കത്തില്ല. അങ്ങനെ ആയിരിക്കുമോ? എന്നാൽ ബാങ്ക് പൂട്ടിപ്പോവില്ലേ? നമ്മൾ പിള്ളേർ വഴിതെറ്റി പോകുമ്പോൾ ശാസിക്കും അല്ലേ? എന്നുവെച്ച് മുറി പിടിച്ച് പൂട്ടിയിടുവോ ഫസ്റ്റ് സ്റ്റേജിൽ? അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലല്ലേ ഉള്ളൂ അല്ലേ?
നമ്മൾ പിള്ളേരെ ശാസിക്കും അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ നോർമലി ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശാസനയാ. അങ്ങ് അറ്റം പോകുമ്പോഴാണ് എവിടെയൊക്കെ പിടിച്ചിടുന്നത് അല്ലേ? അപ്പൊ ആദ്യം തന്നെ പിടിച്ച് കൂട്ടിയിടുമെന്ന് നമുക്ക് പറയാനൊക്കോ? അതാണ് പറഞ്ഞേക്കുന്നത്. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ലോൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബാങ്ക് പിന്നീട് ഓടുവോ? അങ്ങനെ വരുമാനം, പ്രധാന വരുമാനം ഇത് തന്നെയല്ലേ? ലോൺ കൊടുക്കുന്നു, പലിശ മേടിക്കുന്നു, പൈസ മേടിക്കുന്നു, ജീവിക്കുന്നു അല്ലേ? അപ്പൊ അവിടെ വെച്ച് തന്നെ അത് തെറ്റി. ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ച് എത്ര പേരുണ്ട്? ചെയ്തില്ല, അത് മോശം. ചെയ്യാഞ്ഞത് മോശം. കാരണം അതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ബാക്കി രണ്ടും ഭയങ്കര പോസിറ്റീവാ. അത് കത്തണം. കാരണം ഇവിടെ രണ്ടും നോക്കട്ടെ, ഇതിനകത്ത് രണ്ടിനകത്തും തെറ്റിക്കാനുള്ള സ്കോപ്പ് ഇല്ല സ്റ്റേറ്റ്മെന്റ്സിൽ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഷാഫി ഒന്ന് തെറ്റിച്ചേ. ആ, അപ്പൊ ഇനിയും തൊട്ട് ഈ പ്രശ്നം ഓക്കെ ആയല്ലോ. പരിഹരിച്ച്. അവന്റെ ആ പ്രശ്നം പരിഹരിച്ച്. നിങ്ങൾ നോക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് തെറ്റിക്കാനാ? തെറ്റിക്കാൻ ഒരു തെറ്റിച്ചാറിൽ ഒരാൾ പറഞ്ഞേ, പറയണേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൈ ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, നോക്കിയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചെന്ന് പറഞ്ഞ്. ഒറ്റ സ്കോപ്പ് അതേ ഉള്ളൂ. അതെന്തായാലും നിങ്ങൾ അന്നേരം എലിമിനേറ്റ് ചെയ്യും. ബാങ്കിന്റെ ഒക്കെ കാര്യമായതുകൊണ്ട് അതെല്ലാവരും എലിമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് അവർ തരത്തില്ല. അത് സില്ലി ആയി പോവും. വേറെ തെറ്റിക്കാൻ എല്ലാം കിട്ടിയോ സാന്ദ്രേ? ഏത് 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 പറ. നീ തെറ്റിച്ച് പറയണം. അല്ല, എന്റെ മുന്നിലോട്ട് ഇട്ട് തന്നിട്ട് കാര്യമില്ല, തെറ്റിച്ച് പറയണം. ഒന്നും കിട്ടിയില്ല, എന്നാൽ രണ്ടാമത്തെ തെറ്റിക്കാൻ നോക്കിയേ. രണ്ടാമത്തെ തെറ്റിക്കാൻ നോക്കിയേ. എവിടെ 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 ഉള്ളിയോ? എവിടെ ഉള്ളി കയറ്റാം? ഓക്കെ ഓക്കെ, അത് ഞാൻ എടുത്തിരിക്കുന്നു. അതായത് ഒള്ളി റെഗുലേറ്റർ അല്ലെങ്കിൽ ഒള്ളി ഇൻവെസ്റ്റർ, ഡെപ്പോസിറ്റർ വരെ ഒള്ളി ഇൻവെസ്റ്റർ, ആ ഒരു സാധനത്തിലേക്ക് വരാം. ഓക്കെ, അതും ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക് അല്ലേ? ആ ഒരു ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ അതിനെ എലിമിനേറ്റ് ചെയ്യും അല്ലേ? അപ്പൊ എങ്ങനെ പോയാലും അത് ആൻസർ കിട്ടും നിങ്ങൾക്ക്. ഒഴിവാക്കരുത്. ഞാൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഈ PCA പോലത്തെ ചോദ്യം അതറിയത്തില്ല. PCA എന്താണെന്നേ അറിയത്തില്ല, ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല, ലോജിക്കലും കിട്ടുന്നില്ല ആ സ്റ്റേറ്റ്മെന്റ്. പിന്നെ എന്ത് ചെയ്യാൻ? അതിലൊന്നും ചെയ്യല്ല, അത് വിട്ടുകളയുക. പക്ഷെ ഇതങ്ങനല്ല. ഇത് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് തെറ്റിക്കാനുള്ള സ്കോപ്പ് നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിച്ച് അത് തെറ്റിച്ച് നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അയ്യെന്ന് തന്നെ തോന്നുന്നുണ്ട്. അപ്പം തന്നെ അവിടെ വെച്ച് കഴിഞ്ഞ്. പിന്നെ മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ. അവൻ ആവശ്യത്തിൽ കൂടുതൽ തെറ്റാനുള്ള സാധനങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ബാൻ എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുക. അവിടെ വെച്ച് തന്നെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഭയങ്കര ഡീസൻ്റ് അല്ലേ? നമ്മളെല്ലാം അവസാന നിമിഷം വരെ വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ശാസിച്ച് നോക്കും, ലാസ്റ്റിലേ ഉള്ളൂ പിടിച്ച് കെട്ടിയിടുന്നത്. ഓക്കെ.